അട്ടപ്പാടി കോട്ടത്തറ ജനറൽ ആശുപത്രിയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് മരുന്നും ചികിത്സയും മാറി നൽകി. 1 വയസ്സുള്ള കുട്ടിക്ക് നൽകിയത് 72കാരനുള്ള മരുന്നാണ്. നെല്ലിപ്പതി സ്വദേശി സ്നേഹ അരുൺ ദമ്പതികളുടെ 1 വയസ്സുള്ള ആൺകുട്ടിക്കാണ് മരുന്ന് മാറ്റി നൽകിയത്. കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ടും ബ്ലോക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവരുടെ വീട്ടിലെത്തി സമവായത്തിന് ശ്രമിച്ചു. ഇന്നലെ വന്നാണോ പ്രശ്നം ഉണ്ടാക്കണ്ട വിട്ടിട്ട് വന്നപ്പോ ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കണത് ആ കുട്ടിയുടെ മുഖം നോക്കങ്ങള് ആശെടുക്കാൻ കഴിയും. വാർത്തയെടുക്കാൻ പോയ മാധ്യമ പ്രവർത്തകർക്കെതിരെയും തട്ടിക്കയറി. അത് പേഴ്സണൽ ആയിട്ടല്ലോ സാറേ, അത് പേഴ്സണൽ ഒന്നുമല്ല സാർ, അങ്ങനെ പറയരുത്. സാറിന് അറിയാവുന്നതുകൊണ്ട് വേണം നമുക്ക് മാറ്റി നിർത്താന്നല്ല സാർ, അങ്ങനെ പറയരുത്. അതിന് ഞാൻ ആളല്ല കേട്ടോ. അത് അവർ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ വന്നതാണ്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ പിഴവാണ് സംഭവിച്ചത്. തിങ്കളാഴ്ച കുട്ടിക്ക് നല്ല പനിയായിട്ട് അഗളി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് കോട്ടത്തറയിലേക്ക് റെഫർ ചെയ്തിട്ട് അവിടെ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടത്തി. എന്നിട്ട് പിറ്റേ ദിവസം കൊച്ചിന് 5 mg മരുന്നിന് പകരം ഫാർമസിയിൽ നിന്ന് 10 mgയാണ് തന്നത്. ഞങ്ങളത് നേരെ കൊച്ചിന് കൊടുക്കുകയും ചെയ്തു. കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവൻ കണ്ണ് പോലും ചിമ്മാതെ തോളത്തിങ്ങനെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സംശയം തോന്നിയിട്ട് എൻ്റെ നാത്തൂൻ നേഴ്സാണ്, ചേച്ചിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു 5 mg കൊടുക്കാൻ പാടുള്ളൂ, 10 mg കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഞങ്ങളിത് അറിഞ്ഞിട്ട് സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് എന്താ മാത്രം സംസാരിച്ച് പറഞ്ഞു അത് കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഉറങ്ങുള്ളൂ, ഒരു മയക്കം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഡിസ്ചാർജ് അന്ന് ഞങ്ങൾ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇവൻ്റെ ഡിസ്ചാർജ് കാർഡിൽ 72കാരൻ മണിയെന്ന് പറയുന്ന ആളുടെ ബ്ലഡ് റിസൾട്ടിൻ്റെ റിപ്പോർട്ടുകളാണ് ഇവൻ്റെ ഡിസ്ചാർജ് കാർഡിലെല്ലാം എഴുതി തന്നിരിക്കുന്നത്. ഇതനുസരിച്ചാണ് കൊച്ചിന് മരുന്നും അവർ തന്നു വിട്ടിരിക്കുന്നത്. ഇത്ര ടെസ്റ്റുകളും എല്ലാം അതനുസരിച്ചാണ് തന്നിരിക്കുന്നത്. ഇതനുസരിച്ചിട്ട് ഇനി കൊച്ചിന് വേറെ ബ്ലഡ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. 12-ാം തീയതി അതിൻ്റെ റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ മണിയൻ്റെ ഈ റിസൾട്ട് വെച്ചിട്ടാണ് അവർ വീണ്ടും ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കോട്ടത്തറ ആശുപത്രിയിൽ നിന്ന് ഞാനാണ് ഇത് മരുന്ന് വാങ്ങാൻ പോയത്. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞത് രാത്രിയും രാവിലെ ഓരോ ഗുളിക കൊടുക്കാനാണ് പറഞ്ഞത്. ഈ 10 ഇതിൻ്റെ എന്നാൽ അവർ അത് വാങ്ങിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗുളിക വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് അവരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ ഒരു ഗുളിക കൊടുക്കാൻ പറഞ്ഞു, ഡോസ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. എന്നാൽ അവർ വന്നൊന്ന് അന്വേഷിക്കുകയോ നോക്കുകയോ ചെയ്യണ്ടേ ഈ ഗുളിക എന്താ ഏതാന്ന്. ഇതുവരെ അവർ നോക്കിയിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ പറയുമ്പോൾ അവർ ഇങ്ങോട്ട് ചൂടാവുമായിരുന്നു. ഇപ്പോൾ ഈ ടെസ്റ്റ് ഫുള്ള് കുട്ടിക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇതുവരെ പനി മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പോവാണ്. UTV ന്യൂസ് പാലക്കാട്.